ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടുള്ള ആലുവ മഹാദേവ ക്ഷേത്രത്തിലാണ്. അപ്പോൾ തുടർച്ചയായ മഴ മൂലം പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗം വരെ മുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. മഴ 2 ദിവസം മാറി നിന്നപ്പോഴാണ് ഇതുപോലെ വെള്ളം വറ്റി നിൽക്കുന്നത്. എന്നാലും ഒരു ഭാഗത്തേക്ക് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഐതിഹ്യപ്രകാരം ശ്രീരാമൻ പക്ഷിശ്രേഷ്ഠനായ ജടായുവിന് അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചത് ആലുവ ശിവക്ഷേത്രത്തിലാണെന്നാണ് പറയുന്നത്. തന്മൂലം ഇവിടെ ബലിയിടുന്നത് അത്യന്തികം വിശേഷമായി കൊണ്ടാടുന്നത്. അതുപോലെ തന്നെ പെരിയാർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ളത് ത്രിമൂർത്തികളിൽ ഒരാളായിട്ടുള്ള ശ്രീ മഹാദേവൻ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ നടത്തി വരാറുള്ള കുംഭമാസത്തിലെ മഹാശിവരാത്രി വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. ആ പാലം കടന്നും ഈ പുഴയുടെ തീരത്തൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ ബലിയിടാനായിട്ട് വരുന്നുണ്ട്. ശിവരാത്രി സമയത്ത് ആലുവ മണപ്പുറത്ത് ബലിയിട്ട് കഴിഞ്ഞാൽ ബന്ധുക്കൾക്ക് മോക്ഷം ലഭിക്കും എന്നുള്ള വിശ്വാസം ധാരാളം ഭക്തരെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ വർഷത്തെയും പോലെ തന്നെ എല്ലാ മഴ സമയത്ത്, അതായത് കാലവർഷ സമയത്ത് ഈ ഗോപുരം മുഴുവൻ വെള്ളത്തിൽ മുങ്ങി നിന്ന് ഭഗവാന് ആറാട്ട് നടത്തുന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ പ്രകൃതിയുടെ നിയന്ത്രണത്തിൽ സ്വാഭാവികമായി ആറാട്ട് നടക്കുന്ന ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആലുവ മഹാദേവ ക്ഷേത്രം. മഴക്കാലത്ത് പെരിയാർ നിറഞ്ഞൊഴുകി വിഗ്രഹം വെള്ളത്തിൽ മുങ്ങുമ്പോഴാണ് ഇവിടെ ആറാട്ട് നടക്കുന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. ഇതുപോലെ സ്വാഭാവികമായി ആറാട്ട് നടക്കുന്ന കേരളത്തിൽ മറ്റ് ക്ഷേത്രങ്ങളാണ് ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രം, താണിക്കുടം ഭഗവതി ക്ഷേത്രം, ഊരമന ശാസ്താ ക്ഷേത്രം, തൃപ്പുലിക്കൽ ശിവക്ഷേത്രം. അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ആ വലിയൊരു പാലത്തിലൂടെയാണ് റെയിൽവേ ക്രോസ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഒരുപാട് ആളുകൾ ഇവിടെ സൺസെറ്റ് കാണാനും ഈവനിങ് വാക്കിനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. വെള്ളം ചെറുതായിട്ട് താന്നു തുടങ്ങിയപ്പോൾ തന്നെ അവിടെ അകത്തുള്ള ചെളികളും കാര്യങ്ങളൊക്കെ ഇതുപോലെ മോട്ടോർ ഓൺ ചെയ്ത് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ഇവിടുത്തെ പൂജകൾ നടത്തുന്നത്. ഈ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന വിശേഷ ദിവസങ്ങളാണ് കുംഭത്തിലെ മഹാശിവരാത്രി, ധനുമാസ തിരുവാതിര, പ്രദോഷ ശനിയാഴ്ച, അതുപോലെ ഞായറാഴ്ച, തിങ്കളാഴ്ച എന്നീ ദിവസങ്ങളും മഹാദേവന് പ്രധാനമാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നടന്നു വന്നത് ആ വഴിയാണ്. അവിടെ ആ റോഡ് സൈഡാണ് കാർ പാർക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം നടന്ന് ഇങ്ങോട്ടേക്ക് വരേണ്ടി വരും. മഹാദേവ ക്ഷേത്രത്തിന് മുമ്പിലായിട്ടും ഇതുപോലെ നടക്കാനായിട്ട് ഒരു പാത നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് പുതിയതായിട്ട് നിർമ്മിച്ചിട്ടുള്ള ആലുവ മണപ്പുറം പാലം കാണുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് തന്നെ കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചിട്ടുള്ള ആലുവ പാലത്തിൻ്റെ ആ ഒരു മാതൃകയിൽ തന്നെയാണ് മണപ്പുറം പാലവും നിർമ്മിച്ചിട്ടുള്ളത്. ഈ പാലം വരുന്നതിന് മുമ്പ് തന്നെ താൽക്കാലിക പാലങ്ങളായിരുന്നു എല്ലാ വർഷവും ശിവരാത്രി സമയത്ത് നിർമ്മിക്കാറുള്ളത്. പിന്നീട് ആളുകളും ഭക്തജനങ്ങളും ഒക്കെ കൂടിയതിന് ശേഷം പ്രധാനമായും സ്ഥിരമായി തന്നെ പാലം നിർമ്മിക്കാനുള്ള തീരുമാനമെടുത്തു. അപ്പോൾ കേരളത്തിൽ എറണാകുളം ജില്ലയ്ക്ക് ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് നേട്ടങ്ങളും ഒക്കെ സമ്മാനിച്ചിട്ടുള്ള ആലുവ എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് ആലുവ മഹാദേവ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്നത് ഈ പറമ്പിൽ കൂട്ടിയിട്ടുള്ളത് കഴിഞ്ഞ മാസത്തെ ശിവരാത്രി മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള പട്ടും മൺകുടവും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ വെള്ളം നിറഞ്ഞതിന് ശേഷമാണ് ഇതുപോലെ ഇങ്ങനെ പരന്ന് കിടക്കുന്നത്. കുറച്ചൊരു ഭാഗത്ത് മാത്രമേ ഇങ്ങനെ പരന്ന് കിടക്കുന്നുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് പുഴയിൽ കുറച്ച് ഭായിമാർ ചേർന്ന് ചൂണ്ടയിടുന്നുണ്ട്. കുറച്ച് ചേട്ടന്മാരുണ്ട് പാലത്തിൻ്റെ സൈഡിൽ. നമ്മൾ എല്ലാ വർഷവും കേൾക്കാറുള്ള പോലെ മുല്ലപ്പെരിയാർ ഡാം, ഇടുക്കി ഡാമൊക്കെ തുറന്നു വിടുന്ന വെള്ളം ഈ ആലുവ ക്ഷേത്രം, അതായത് ആലുവ ക്ഷേത്രത്തിന് മുമ്പേ ഒഴുകുന്ന ഈ പെരിയാർ നദിയിലൂടെയാണ് പോകുന്നത്. വളരെ കുറച്ച് നാളായിട്ടുള്ള ഇവിടുത്തെ ശിവരാത്രി കഴിഞ്ഞിട്ട് അതിൻ്റെ താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ള ഷെഡിൻ്റെ കുറ്റിയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ പാലത്തിലൊന്ന് കയറാനായിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. പെരിയാർ പുഴയുടെ ഈ ഭാഗത്ത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒഴുക്കില്ലെങ്കിലും അടിയൊഴുക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഈ പാലത്തിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ്.
ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ആ പാലത്തിൻ്റെ മുകളിൽ കയറി നിന്ന് മഹാദേവ ക്ഷേത്രത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ. അമ്പലത്തിന് അടുത്തായിട്ട് കുറച്ച് നീങ്ങിയിട്ട് അവിടെ 2 ഫ്ലാറ്റുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പാലം നിർമ്മിച്ചിട്ട് അധിക കാലങ്ങളൊന്നും ആയിട്ടില്ല. അതുപോലെ തന്നെ നല്ല മനോഹരമായ രീതിയിൽ നല്ലൊരു ഡിസൈനിൽ തന്നെയാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഈ പാലത്തിൽ ഈവനിങ് വാക്കിനും അതുപോലെ തന്നെ ഈവനിങ് സ്പെൻഡ് ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അടിയൊഴുക്കും വെള്ളവും ഒക്കെ കൂടുതലായതുകൊണ്ട് തന്നെ ഇതേപോലെ ഒരു ലൈൻ ഓഫ് കൺട്രോൾ കൂടി പെരിയാർ നദിയുടെ തീരത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ആലുവ മഹാദേവൻ കിഴക്ക് ഭാഗത്ത് നിന്നുള്ള ഒരു വ്യൂ. ഈ കാണുന്ന കിഴക്ക് ഭാഗത്തു കൂടിയാണ് ആളുകൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. അതിനുശേഷം ഈ ഭാഗത്തു കൂടി തന്നെയാണ് ആളുകൾ തൊഴുതിട്ട് ഇറങ്ങി വരുന്നതും. ഈ സമയത്ത് ഒരുപാട് ഭക്തജനങ്ങൾ ആറാട്ട് കഴിഞ്ഞിട്ടുള്ള മഹാദേവനെ കാണുവാനും തൊഴുവാനായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ മഴ 2-3 ദിവസമായിട്ട് മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ കുറച്ച് രീതിയിൽ വെള്ളമുള്ളത്. അല്ലെങ്കിൽ ഇവിടെ ഏകദേശം പകുതിയോളം വെള്ളത്തിലാവേണ്ടതായിരുന്നു. അതുപോലെ തന്നെ ആ പറമ്പിലായിട്ട് കെട്ടിയിരിക്കുന്ന ആടും അതിൻ്റെ കുഞ്ഞുങ്ങളായിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.